മെത്തനോയ 21 എപ്പിസോഡിലേക്ക് സ്വാഗതം. സുബോധമില്ലാത്തവർ. വിശുദ്ധ മദർ തെരേസ ഇങ്ങനെ പറഞ്ഞു: ചില മഹാവിശുദ്ധർ തങ്ങളെ തന്നെ വലിയ കുറ്റവാളികളെന്ന് വിധിച്ചു. കാരണം അവർ ദൈവത്തെ കണ്ടു. ആ പ്രകാശത്തിൽ തങ്ങൾ ആരെന്ന് അവർക്ക് കൂടുതൽ വ്യക്തമായി. എനിക്ക് വലിയ പാപമൊന്നുമില്ല എന്ന് പറഞ്ഞ് സ്വയം ന്യായീകരിക്കുന്നവർ തങ്ങളുടെ പാപം തിരിച്ചറിയാൻ കഴിവില്ലാത്തവരാണ്. മാരക രോഗമുണ്ടായിരിക്കെ ആരോഗ്യവാനാണ് എന്ന് കരുതുന്നവന് തുല്യനാണ് പാപമില്ലെന്ന് ചിന്തിക്കുന്നത്. കാരണം റോമാലേഖനം 3:10 എഴുതപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: നീതിമാൻ ആരുമില്ല, ഒരുവൻ പോലുമില്ല. രോഗലക്ഷണം ഒന്നും ഇല്ലാതിരിക്കുമ്പോഴും ഫുൾ ബോഡി ചെക്കപ്പ് നടത്തുന്നത് കൂടുതൽ വിവേകവും ബുദ്ധിയുമാണെങ്കിൽ അതിലും എത്രയോ കൂടുതൽ ബുദ്ധിയാണ് തന്റെ മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുന്നത്. പാപമില്ലെന്ന് പറയുന്നവന് സ്വയം ചതിക്കുകയാണെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. സുഭാഷിതം 28:13 തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല. 1 യോഹന്നാൻ 1:9 നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകുന്നു. കുമ്പസാരം കൂദാശ കൂടെ സ്വീകരിക്കാത്തവർ വാസ്തവത്തിൽ സുബോധമില്ലാത്തവരാണ്. അതായത് തനിക്ക് പാപമുണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തവർ. പാപമില്ലാത്തത് കൊണ്ടല്ല, പാപബോധമില്ലാത്തത് കൊണ്ടാണ് കുമ്പസാരിക്കാത്തത്. നഗ്നനാണെങ്കിലും ആ ബോധമില്ലാത്തതിനാൽ വസ്ത്രം ധരിക്കാതെ നടക്കുന്നവന് തുല്യനാണ് പാപമുണ്ടായിട്ടും പാപബോധമില്ലാത്തതിനാൽ കുമ്പസാരിക്കാത്തത്. യോഹന്നാൻ 16:8 പരിശുദ്ധാത്മാവെന്ന് പാപത്തെപ്പറ്റി ബോധ്യപ്പെടുത്തും എന്ന് തിരുവചനം പറയുന്നു. അതോടൊപ്പം ബൈബിൾ ഇങ്ങനെയും പറയുന്നു: 33:4-5 പിശാച് വന്ന് പാപബോധം നശിപ്പിക്കും. ആകയാൽ പാപബോധമില്ലാത്ത അവസ്ഥ വളരെ അപകടകരമാണെന്ന് നമുക്ക് തിരിച്ചറിയാം. പാപബോധം തരണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് കേണപേക്ഷിക്കുകയും വിശുദ്ധ കുമ്പസാര കൂദാശയ്ക്ക് താല്പര്യപൂർവ്വം അണയുകയും ചെയ്യാം. ദൈവത്തിന്റെ സ്തുതി.